കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 300 പവൻ സ്വർണവും 1 കോടി രൂപയും കവർന്നു എന്നാണ് പരാതി. വളപട്ടണം സ്വദേശി അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച. സുനിൽ ഏസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, എന്താണ് ഉണ്ടായത്? അജിംസ്, അഷ്റഫ് ബിരിയാണി റൈസ് എന്ന കമ്പനിയുടെ ഉടമയായിട്ടുള്ള KP അഷ്റഫിന്റെ വളപട്ടണം മണ്ണയിലെ ഞാൻ ഈ നിൽക്കുന്ന വീട്ടിലാണ് വലിയ കവർച്ച നടന്നിരിക്കുന്നത്. ഈ വീട്ടിൽ അഷ്റഫും ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും മാത്രമാണ് താമസമുള്ളത്. അവരുടെ മകൾ ബാംഗ്ലൂരിൽ താമസമാണ്. എന്തായാലും അഷ്റഫും മകനും അവരുടെ കുടുംബസമേതം ഇക്കഴിഞ്ഞ 19-ാം തീയതി തമിഴ്നാട്ടിനടുത്ത മധുരയിലുള്ള അവരുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി പോയിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഇവരിവിടെ തിരികെ വന്ന് പരിശോധിക്കുമ്പോഴാണ് വീടിൻ്റെ ബെഡ്റൂമിനുള്ളിലെ ലോക്കർ കുത്തി തുറന്ന് 300 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും മോഷ്ടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ മോഷണം നടന്നിരിക്കുന്നത് 20-ാം തീയതിയാണ്. അതായത് 19-ാം തീയതിയാണ് ഇവരിവിടുന്ന് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോയത്. 19-ാം തീയതി രാത്രിയാണ് മോഷണം നടന്നിരിക്കുന്നതെന്ന് ചില CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. ഞാൻ ഈ നിൽക്കുന്ന പ്രധാന കവാടത്തിൽ നിന്ന് അതിൻ്റെ അപ്പുറമായി വലതുഭാഗത്തായി ഈ മതിലിന് ഒരല്പം ഉയരം കുറഞ്ഞ ഭാഗമുണ്ട്. അതായത് കൊടിമരവും മറ്റും കാണുന്ന ഭാഗത്തായി മതിലിന് ചവിട്ടിക്കയറാൻ പറ്റുന്ന ഉയരം മാത്രമുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുകൂടി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തുകൂടി ആണ് മോഷ്ടാവ് ചവിട്ടി കയറി ഈ ഗ്രില്ല് കടന്ന് ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഒരു CCTV ആയി ലഭിച്ചിട്ടുണ്ട്. അതത്ര വ്യക്തമല്ല. ഒരാളാണ്, മുഖം മറച്ച ഒരാൾ കടന്നു പോകുന്ന ദൃശ്യമാണ് അതിലുള്ളത്. മാത്രമല്ല, ഇതിനുള്ളിലെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കൂ, അതെല്ലാം മടക്കി ഉള്ളിലേക്കാക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഉള്ളത്. അതായത് ഭൂരിഭാഗം CCTVകളും ഉള്ളിലേക്ക് മടക്കി മാറ്റി വെച്ചിരിക്കുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇടതുഭാഗത്തുകൂടി ഇതിൻ്റെ പിൻഭാഗത്തേക്ക്, വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോവുകയും അവിടെ അടുക്കള ഭാഗത്തെ ഗ്രില്ല് തകർത്ത് മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ കിടപ്പുമുറിയുടെ ഭാഗത്തെ ജനൽ പൂർണ്ണമായും അടർത്തി മാറ്റി അതിലൂടെയാണ് മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ അകത്ത് കയറുന്നത്. തുടർന്ന് അവിടുത്തെ 2 അലമാരകൾ തകർത്ത് അതിനുള്ളിൽ നിന്ന് ലോക്കറിൻ്റെ കീ കൈവശപ്പെടുത്തുകയും തുടർന്ന് ലോക്കർ തുറന്ന് അതിനുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതായത് ഈ ലോക്കറിൻ്റെ ചാവി ഒരു അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടിയ ശേഷം ആ പൂട്ടിയ അലമാരയുടെ ചാവി മറ്റൊരു അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ 2 അലമാരകളും തകർത്തിട്ടുണ്ട്. അങ്ങനെ അതിനുള്ളിൽ നിന്നാണ് ചാവി കൈവശപ്പെടുത്തുകയും തുടർന്ന് ഈ ലോക്കർ തുറന്ന് അകത്ത് കയറി സ്വർണവും ഒപ്പം ആഭരണങ്ങളുമൊക്കെ പണവും മോഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തത്. ഈ വീടിൻ്റെ മുകൾ നിലയിലുള്ള മറ്റൊരു മുറി, ബെഡ്റൂം കുത്തി തുറന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെയും മോഷണം നടത്താനുള്ളൊരു ശ്രമം മോഷ്ടാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക് വിദഗ്ധരെത്തി ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഡോഗ് സ്ക്വാഡ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഡോഗ് സ്ക്വാഡ് ഞാൻ ഈ നിന്ന ഭാഗത്ത് നിന്ന് മണം പിടിച്ച് ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള റോഡിലൂടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് വളപട്ടണം റെയിൽവേ ട്രാക്കിലൂടെ പോയി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വരെ ഈ ഡോഗ് സ്ക്വാഡ് സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് മോഷ്ടാക്കൾ ഇതുവഴി മോഷണം നടത്തിയ ശേഷം രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോവുകയും ചെയ്തിട്ടുണ്ടാകും എന്നാണ് പ്രാഥമികമായ നിഗമനം. അതായത് ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. വളരെ അപൂർവമായി ലോക്കൽ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ CCTV ദൃശ്യങ്ങളൊന്നുമില്ലെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിർത്തിയ ഏതെങ്കിലും ഒരു ലോക്കൽ ട്രെയിനിൽ കയറി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും റൂറൽ SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പരിശോധന അന്വേഷണം നടത്തുമെന്നാണ്. ഈ അടുത്തിടയ്ക്ക് കണ്ണൂർ ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ മോഷണമാണിത്. 300 പവൻ സ്വർണം ഒപ്പം 1 കോടി രൂപയെന്നാണ് വീട്ടുകാരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതായത് ഈ വീട് അറിയാവുന്ന, സ്വർണവും പണവും അവിടെ ഉണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. അതല്ലെങ്കിൽ കൃത്യമായി ഈ ലോക്കറിൻ്റെ ചാവി ഇരിക്കുന്ന അലമാര മാത്രം തുറന്ന് ശേഷം ആ അലമാരി എടുത്ത് ലോക്കർ തുറന്നതിനുള്ളിൽ നിന്ന്
പണവും സ്വർണവും എടുത്ത് രക്ഷപ്പെടുകയാണ് കള്ളൻ ചെയ്തത്. മറ്റെവിടെയെങ്കിലും പരിശോധന നടത്തുകയോ മറ്റേതെങ്കിലും അലമാരകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒന്നും ഒരു തരത്തിലുള്ള പരിശോധനയും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ അഷ്റഫിൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ അവരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരിൽ നിന്ന് പോലീസ് ഇപ്പോൾ അവരുടെ കൂടി മൊഴി എടുക്കുകയാണ്. അതായത് കൃത്യമായി എത്രത്തോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം പണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ കുറേ കൂടി കൃത്യത പോലീസിന് വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളെയൊക്കെ ഇവിടേക്ക് വിളിച്ചു വരുത്തി പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയ മോഷണം, വലിയ വൻ കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. പിന്നിൽ ആരെന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഇവരുടെ പോലീസൊക്കെ സംശയിക്കുന്നത് പോലെ ഇതറിയാവുന്ന, ഈ സ്വർണം ഉണ്ടെന്നറിയാവുന്ന, പണമുണ്ടെന്നറിയാവുന്ന, ഈ കുടുംബത്തെ അറിയാവുന്ന ആരോ ആണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. ആർക്കൊക്കെ ഇത്ര കൃത്യമായി അറിയാം, ഈ പണവും സാധനങ്ങളൊക്കെ ഇവിടെ ലോക്കറിലുണ്ട് എന്നത് സംബന്ധിച്ച് അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചറിയുന്നുണ്ട് പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സമാനമായ രീതിയിൽ നടന്ന മോഷണങ്ങൾ സംബന്ധിച്ചും അതിൻ്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കൂടി പോലീസ് തിരയുന്നുണ്ട്. എന്തായാലും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുനിൽ, ഈ CCTV ക്യാമറയിൽ എത്ര പേരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്? അജിൻസ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിൻ്റെ വലതുഭാഗത്തുള്ള മതിലിലേക്ക് ചവിട്ടിക്കയറി പോകാവുന്ന ഭാഗത്തെ ഒരൊറ്റ CCTV ദൃശ്യമാണ് നിലവിൽ കിട്ടിയിരിക്കുന്നതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് വീടിനുള്ളിൽ നിന്ന് മറ്റേതെങ്കിലും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ വീടിനുള്ളിലും CCTVകളുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു CCTVയിൽ നിന്ന് ആകെപ്പാടെ ലഭിക്കുന്നത് ഒരൊറ്റ CCTV ദൃശ്യം മാത്രമാണ്. എന്തായാലും വളപട്ടണം CI അദ്ദേഹത്തോട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഈ അന്വേഷണം എവിടം വരെ എത്തിയിട്ടുണ്ട്? ഒരു പ്രത്യേക അന്വേഷണം ആരംഭിക്കുന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഇപ്പോൾ ഈ CCTV ആണ് പരിശോധിച്ചത് ശാസ്ത്രീയമായ രീതിയിൽ സയൻറ്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ കണ്ണൂർ കമ്മീഷൻ്റെ ചുമതല വഹിക്കുന്ന DPC റൂറൽ, കണ്ണൂർ റൂറൽ SP SB രത്നമ്മ സാറ് അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ടീമാണ് പ്രത്യേക സ്ക്വാഡാക്കിയിട്ടാണ് അന്വേഷിക്കുന്നത്. അതിൽ പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ അതൊക്കെ പരിശോധിക്കുന്നേ ഉള്ളൂ. റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും CCTVകളും ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഫീൽഡ് സ്റ്റാഫ് എല്ലാ CCTVയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ വഴിയെടുക്കുന്നത് ബാക്കിയൊക്കെ വഴിയാണ്. അവരൊക്കെ പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനുള്ളിൽ നിന്നുള്ള പരിശോധന നടക്കുകയാണ്. അതിനുള്ളിൽ ചില CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൂടി ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായ മറ്റ് പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അജിംസ് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. അതിനിടയിലാണ് CI വന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് നേരത്തെ പോലീസുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇതിനുള്ളിലേക്ക് കടന്നു കയറുന്ന, അതായത് ഈ മതിൽ ചാടിക്കടക്കുന്ന ഒരു CCTV ദൃശ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ അവ്യക്തമായൊരു ദൃശ്യമാണ്. അതിൽ മുഖം മറച്ച ഒരാളെ മാത്രമാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിൽ കൂടുതൽ ആളുകൾ ഈ മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്ക് റിസ്ക് എടുത്ത് നടത്തിയ ഒരു മോഷണമാണിത്. അതായത് ഒരു ഗ്രില്ല് പൂർണ്ണമായും തകർത്ത് അകത്ത് കടന്ന് ജനൽ പൂർണ്ണമായും എടുത്തു മാറ്റി ബെഡ്റൂമിനുള്ളിൽ കടന്ന് 2 അലമാരകൾ തകർത്ത് അതിനുള്ളിൽ നിന്ന് ഈ ലോക്കറിൻ്റെ കീ എടുത്ത് ലോക്കർ തുറന്ന് നടത്തിയ പരിശോധനയാണ്. മോഷണമാണ് സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മോഷണ സംഘത്തിൽ എന്ന് ഉറപ്പാണ്. എന്തായാലും ഈ മോഷണത്തെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഈ സ്വർണവും പണവും ഇവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ വീടിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയുള്ള ആളാരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ വിശദമായി ഇപ്പോൾ മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വീട്ടുകാരിൽ നിന്ന് ഇപ്പോഴാണ്, ഒരുപക്ഷെ ഇന്നലെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇന്നലെ 9:30 ഇവർ ഈ മധുരയിലെ വിവാഹം കഴിഞ്ഞെത്തുന്നത്. ആ സമയത്ത് ബെഡ്റൂമിൽ കയറുമ്പോഴാണ് വലിയ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു മോഷണം നടന്നിട്ട്. കഴിഞ്ഞ 20-ം തീയതിയാണ് മോഷണം നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ മോഷ്ടാക്കൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവരെ
ഏറ്റവും അടുത്തുനിന്ന് അവരിന്ന് കണ്ടെത്തുക എന്നൊക്കെ പ്രായോഗികമായ കാര്യമൊന്നുമല്ല. അവരിവിടുന്ന് 5 ദിവസത്തിനുള്ളിൽ തന്നെ മോഷണ സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, മോഷണ മുതലുകളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാവാം. അതാണ് പോലീസിനെ വലിയ തോതിൽ കുഴപ്പിക്കുന്നത്. കാരണം മോഷണം നടന്ന ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിൻ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഇവർ നടന്നു പോയ അല്ലെങ്കിൽ ഈ മോഷണം നടത്തിയ ശേഷം പോയ വഴികളിലുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങളോ മറ്റ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിന് സാമ്യമോ സാദൃശ്യമോ തോന്നിയിട്ടുള്ള ആളുകളുണ്ടോ എന്നുകൂടി ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാഥമികമായൊരു പരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്, ശാസ്ത്രീയമായ പരിശോധനകളാണ് നടക്കുന്നത്. അതിനുശേഷം മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ കഴിയൂ. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നത്. ശരി, സുനിൽ ഐസക്കാണ് വളപട്ടണത്ത് ഈ വിവരങ്ങൾ നൽകിയത്.